നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. കൊരട്ടി ചിറങ്ങരയ്ക്കു പിന്നാലെ ചാലക്കുടി ടൗണിലും പുലിയെത്തിയെന്ന് സ്ഥിരീകരണം. നന്ദിപുലം ആറ്റപ്പള്ളിയിൽ കുറുമാലിപ്പുഴയിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. ആശാവർക്കർമാരുടെയും അങ്കണവാടി ജീവനക്കാരുടെയും വേതനം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വിവിധയിടങ്ങളിൽ കോൺഗ്രസിന്റെ പ്രതിഷേധം. SSLC പരീക്ഷകൾ അവസാനിച്ചു. പഠനഭാരം ഇറക്കിവെച്ച് വേനലവധിയുടെ ആഹ്ലാദത്തിൽ കുട്ടികൾ. അളഗപ്പ ടെക്സ്റ്റൈൽസിന്റെ ഉടമസ്ഥതയിലുള്ള ആളൊഴിഞ്ഞ പറമ്പിൽ സാമൂഹ്യ വിരുദ്ധർ മാലിന്യം തള്ളി. കുറ്റക്കാർക്കെതിരെ നടപടിയെടുത്ത് അധികൃതർ. ഒരു മാസത്തോളമായി നിർത്തിവെച്ച ചിമ്മിനി ഇക്കോ ടൂറിസം മാർച്ച് 29-ന് പുനരാരംഭിക്കും. മുൻപുണ്ടായിരുന്ന എല്ലാ ടൂറിസം പ്രവർത്തനങ്ങളും ശനിയാഴ്ച മുതൽ പുനരാരംഭിക്കുമെന്ന് ചിമ്മിനി വന്യജീവി സങ്കേതം അധികൃതർ അറിയിച്ചു. കല്ലൂരിൽ യുവാവിനെ കമ്പിവടി കൊണ്ട് അടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി പുതുക്കാട് പോലീസിന്റെ പിടിയിൽ. ചെങ്ങാലൂരിൽ അനധികൃത ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി ഒരാൾ അറസ്റ്റിൽ. വാർത്തകൾ വിശദമായി. കൊരട്ടി ചിറങ്ങരയ്ക്കു പിന്നാലെ ചാലക്കുടി ടൗണിലും പുലിയെത്തിയെന്ന് സ്ഥിരീകരണം. സൗത്ത് ബസ് സ്റ്റാൻഡിനു സമീപത്ത് വീട്ടുപറമ്പിലാണ് പുലി എത്തിയത്. പുലി നടന്നു പോകുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. കണ്ടത് പുലി തന്നെയാണെന്ന് വനം വകുപ്പ് സ്ഥിരീകരിച്ചു. നഗരത്തിൽ പുലിയെത്തിയതോടെ നഗരസഭ അടിയന്തര കൗൺസിൽ യോഗം വിളിച്ചു. ചാലക്കുടി സൗത്ത് ബസ് സ്റ്റാൻഡിന് സമീപത്തെ വീട്ടിലെ CCTVയിലാണ് പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞത്. വീട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് വനം വകുപ്പ് RRT സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തിയത്. CCTV ദൃശ്യങ്ങളും കാൽപ്പാടുകളും പരിശോധിച്ചതിൽ നിന്നും എത്തിയത് പുലി തന്നെയാണെന്ന് വനം വകുപ്പ് സ്ഥിരീകരിച്ചു. പുലിയെന്ന സ്ഥിരീകരണം വന്നതോടെ പരിഭ്രാന്തിയിലാണ് നാട്ടുകാർ. പ്രദേശത്തെ തെരുവു നായ്ക്കളുടെ എണ്ണം കുറഞ്ഞു വരികയാണെന്നും പ്രദേശവാസികളും പറയുന്നു. ചാലക്കുടി ടൗണിൽ പുലിയെത്തിയതോടെ നഗരസഭ അടിയന്തര കൗൺസിൽ യോഗം വിളിച്ചു ചേർത്തു. തുടർ പ്രവർത്തനങ്ങളെ കുറിച്ച് ആലോചിക്കുന്നതിനായാണ് യോഗം വിളിച്ചു ചേർത്തത്. ദിവസങ്ങൾക്ക് മുമ്പ് കൊരട്ടി, ചിറങ്ങര, മംഗലശ്ശേരി ഭാഗങ്ങളിൽ പുലിയെ കണ്ടത് വലിയ പരിഭ്രാന്തിക്ക് ഇടയാക്കിയിരുന്നു. 2 കൂടുകൾ വെക്കുകയും ചെയ്തിരുന്നു. പുലിയെ കണ്ട് 10 ദിവസത്തിന് ശേഷവും കൊരട്ടിയിലെ പുലി കൂട്ടിലായിട്ടില്ല. ഇതിനിടെയാണ് ചിറങ്ങരയിൽ നിന്നും അത്ര അധികം ദൂരമല്ലാത്ത ചാലക്കുടിയിലും പുലി എത്തിയത്. നന്ദിപുലം ആറ്റപ്പള്ളിയിൽ കുറുമാലിപ്പുഴയിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. തെക്കേ നന്ദിപുലം സ്വദേശി വെളിയത്തുപറമ്പിൽ രാജന്റെ മകൻ 24 വയസ്സുള്ള ശ്രീരാഗിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. കുറുമാലിപ്പുഴയുടെ പാറക്കടവിൽ ബൈക്കും ഷൂസും മൊബൈലും ഉപേക്ഷിച്ച നിലയിൽ ബുധനാഴ്ച രാവിലെ കണ്ടെത്തിയിരുന്നു. എറണാകുളത്ത് ജോലിക്ക് പോയ ശ്രീരാഗ് വീട്ടിൽ ചൊവ്വാഴ്ച രാത്രി തിരിച്ചെത്തിയിരുന്നില്ല. ശ്രീരാഗിനെ തിരഞ്ഞു നടക്കുന്നതിനിടെയാണ് ശ്രീരാഗിന്റെ അച്ഛൻ ബൈക്ക് കണ്ടെത്തുന്നത്. പയർക്കാവ് പരിസരത്ത് നിന്നുമാണ് മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിൽ സ്കൂബ ടീം മൃതദേഹം കണ്ടെത്തിയത്. അഗ്നിരക്ഷാസേനയും വരന്തരപ്പള്ളി പോലീസും സ്ഥലത്തെത്തിയിരുന്നു. ഗിരിജയാണ് ശ്രീരാഗിന്റെ അമ്മ, സഹോദരി രാഖി. ആശാ വർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കുക, അങ്കണവാടി വർക്കർമാരുടെ വേതന വർധനവ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസ് പുതുക്കാട് മണ്ഡലം കമ്മിറ്റി കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് രാജു തളിയപ്പറമ്പിൽ അധ്യക്ഷനായിരുന്നു. മുൻ MLA MK പോൾസൺ മുഖ്യപ്രഭാഷണം നടത്തി. DCC സെക്രട്ടറി സെബി കൊടിയൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഷാജു കളിയങ്കര, KJ ജോജു, PP ചന്ദ്രൻ, രജനി സുധാകരൻ, ഷൈനി ജോജു, CC സോമസുന്ദരൻ, സതി സുധീർ, പ്രീതി ബാലകൃഷ്ണൻ, AJ ജസ്റ്റിൻ എന്നിവർ പ്രസംഗിച്ചു. ആശാ വർക്കർമാരുടെ സമരം 45 ദിവസത്തിന് പിണറായി സർക്കാർ ഒരു തൊഴിലാളി സർക്കാർ എന്നും ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ എന്നും ഊറ്റം കൊള്ളുന്ന പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഇവരെ സമരത്തെ സംബന്ധിച്ച് ഒരു ചർച്ച ചെയ്യാനോ അതുപോലെ അതിനൊരു പരിഹാരമുണ്ടാക്കാനോ പോലും തയ്യാറാകാത്ത രീതിയിൽ കേന്ദ്ര ഗവൺമെൻറ്റിനെ കുറ്റം പറഞ്ഞുകൊണ്ട് നമുക്കറിയാം ഏറ്റവും കൂടുതൽ
ഈ ഒരു അടിസ്ഥാനമായിട്ട് ഒരു വീട്ടിലെ എല്ലാ കാര്യങ്ങളിലും നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ആശാ സഹോദരിമാര് ദിവസങ്ങളോളമായിട്ട് തിരുവനന്തപുരത്ത് സമരത്തിലാണ്. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ, നമ്മളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്തെങ്കിലും ആവശ്യം വന്നാൽ ഉടനെ ഓടിയെത്തുന്ന ആശാ വർക്കർമാർ വർഷങ്ങളോളമായി 7,000 ഉറുപ്പികയ്ക്ക് സംസ്ഥാനത്തുടനീളം ഇന്ന് KPCCയുടെ ആഹ്വാനപ്രകാരം ഇതുപോലുള്ള സമരങ്ങൾ നടത്തുകയാണ്. ദിവസങ്ങളായി തിരുവനന്തപുരത്ത് നിരാഹാരമനുഷ്ഠിക്കുന്ന ആശാ വർക്കർമാരുടെയും അങ്കണവാടി ജീവനക്കാരുടെയും വേതനം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് കൊടകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊടകര ഗ്രാമപഞ്ചായത്തിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. KPCC അംഗം ഷോൺ പെല്ലിശ്ശേരി ധർണ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് VM ആന്റണി അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി ഡൽജിത്ത് ഞെർലേലി, INTUC ജില്ലാ സെക്രട്ടറി MK ഷൈൻ, ബ്ലോക്ക് ഭാരവാഹികളായ സദാശിവൻ കുറുവത്ത്, കോടന നാരായണൻകുട്ടി, ബൈജു അറയ്ക്കൽ, VR രഞ്ജിത്ത്, ഷാജു വിളിയൻ, ജോയ് ചെമ്പകശ്ശേരി, ജോസ് കോച്ചക്കാടൻ, ജോണി മാഞ്ഞാങ്ങ, പഞ്ചായത്ത് അംഗങ്ങളായ പ്രന്നില ഗിരീശൻ, ബിജി ഡേവിസ് എന്നിവർ നേതൃത്വം നൽകി. ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കുക, അങ്കണവാടി ടീച്ചർമാരുടെ വേതനം വർദ്ധിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മറ്റത്തൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലുപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. മോളി തോമസ്, CH സാദത്ത്, ലിൻഡോ പള്ളിപ്പറമ്പൻ, ഷാജു പൂക്കോടൻ, സായുജ് സുരേന്ദ്രൻ, ഷീല വിപിനചന്ദ്രൻ, സൂരജ് കുണ്ടനി, നൈജോ ആൻഡോ, ലിനോ മൈക്കിൾ, തങ്കമണി മോഹനൻ എന്നിവർ പ്രസംഗിച്ചു. LDFനെ കുറിച്ച് പറയുന്നവരെല്ലാം, LDF നേതാക്കളെ കുറിച്ച് പറയുന്നവരെല്ലാം ഇന്ന് അറപ്പോടുകൂടിയാണ്, വെറുപ്പോടുകൂടിയാണ്. പണ്ട് കാലത്ത് നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്, പുഴുത്ത പട്ടിയെ കാണുന്നത് പോലെ അല്ലെങ്കിൽ കുഷ്ഠരോഗിയെ കാണുന്നത് പോലെയാണ് ഇന്ന് കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആശാ വർക്കർമാരുടെയും അങ്കണവാടി പ്രവർത്തകരുടെയും സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് കോൺഗ്രസ് നെന്മണിക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നെന്മണിക്കര പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ ധർണ നടത്തി. അളഗപ്പ നഗർ ബ്ലോക്ക് പ്രസിഡന്റ് അലക്സ് ചുക്കിരി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഔസഫ് വൈക്കാടൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് ഭാരവാഹികളായ KS കൃഷ്ണൻകുട്ടി, പ്രഭനൻ, KM സുരേഷ്, അശോകൻ ഐത്താടൻ, CD ജോൺ, KA ജേക്കബ്, സാബു TC ജോസ്, TC ഷാജൻ, KL ഗോപിനാഥ്, TL ജോസ്, KK കണ്ണൻ, KK ഭാസ്കരൻ, EV സുബ്രഹ്മണ്യൻ, ഹരിദാസ്, VP വില്യംസ് എന്നിവർ സന്നിഹിതരായി. SSLC പരീക്ഷകൾ അവസാനിച്ചു. പഠനഭാരം ഇറക്കിവെച്ച് വേനലവധിയുടെ ആഹ്ലാദത്തിൽ കുട്ടികൾ. ബുധനാഴ്ച ഉച്ചയോടെയാണ് SSLC പരീക്ഷകൾ അവസാനിച്ചത്. ജീവശാസ്ത്രമായിരുന്നു അവസാന പരീക്ഷ. സംസ്ഥാനത്ത് 2964 കേന്ദ്രങ്ങളിലായി 4.5 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് ഈ വർഷം SSLC പരീക്ഷ എഴുതിയത്. അവസാന ദിവസം അക്രമ സംഭവങ്ങൾ ഒഴിവാക്കാൻ കർശന നിയന്ത്രണമാണ് വിദ്യാഭ്യാസ വകുപ്പ് ഏർപ്പെടുത്തിയിരുന്നത്. കുട്ടികളെ രക്ഷിതാക്കൾക്കൊപ്പമാണ് പരീക്ഷയ്ക്ക് ശേഷം സ്കൂളുകളിൽ നിന്നും വിട്ടയച്ചത്. കേരളത്തിൽ 2964 കേന്ദ്രങ്ങളിലും ലക്ഷദ്വീപിൽ 9ഉം ഗൾഫ് മേഖലയിൽ 7 പരീക്ഷാ കേന്ദ്രങ്ങൾ ഒരുക്കിയിരുന്നു. ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയം ഏപ്രിൽ 3 മുതൽ 26 വരെ 2 ഘട്ടങ്ങളിലായി നടക്കും. മൂല്യനിർണ്ണയത്തിന് 72 കേന്ദ്രങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. മെയ് 2ാം വാരം ഫലം പ്രഖ്യാപിക്കാൻ കഴിയുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ കണക്കുകൂട്ടൽ. അതേസമയം +2 പരീക്ഷ ഈ മാസം 27നും +1 പരീക്ഷ ഈ മാസം 29നും അവസാനിക്കും. പരീക്ഷയുടെ ആദ്യ ദിവസം ബെഞ്ചിൽ കോറിവരച്ചും പെയിന്റുകൾ മാച്ചുമൊക്കെയാണ് നാം കണ്ടിട്ടുള്ളത്. എന്നാൽ തങ്ങളുടെ ഓർമ്മയ്ക്കായി ക്ലാസ് റൂം മോടി പിടിപ്പിച്ച് വ്യത്യസ്തരാവുകയാണ് മുപ്പളിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ SSLC വിദ്യാർത്ഥികൾ. വിദ്യാലയത്തിൽ നിന്നും പടിയിറങ്ങുന്നതിന് മുൻപ് പഠിച്ച ക്ലാസും ഡെസ്കും ബെഞ്ചും പെയിന്റ് ചെയ്ത് വൃത്തിയാക്കുന്ന തിരക്കിലാണ് മുപ്പളിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ SSLC വിദ്യാർത്ഥികൾ. മുപ്പളിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10 C കുട്ടികളാണ് ഒരു പുതിയ സന്ദേശം വിദ്യാർത്ഥി സമൂഹത്തിന് പകർന്നു നൽകുന്നത്. കുട്ടികൾ തന്നെയാണ് ഇത്തരമൊരു പ്രവൃത്തിക്ക് മുൻകൈ എടുത്തതും. അധ്യാപകരുടെയും രക്ഷാകർത്താക്കളുടെയും അനുമതിയോടെയാണ് കുട്ടികൾ സ്വരൂപിച്ച പണം കൊണ്ട് പെയിന്റ് വാങ്ങി പ്രിയപ്പെട്ട ക്ലാസ് റൂം മോടി പിടിപ്പിച്ചത്. സാധാരണ പിള്ളേര് ബെഞ്ചൊക്കെ അടിച്ചു പൊളിച്ചാൽ ലാസ്റ്റ് ദിവസം പോവാറ്. ഞങ്ങൾ കുറച്ച് വെറൈറ്റി ആയിട്ട് ചിന്തിക്കാന്ന് വിചാരിച്ചു. ഞങ്ങൾ സ്വന്തമായിട്ട് പിരിവൊക്കെയിട്ട് ബെഞ്ചിൽ പെയിന്റ് അടിച്ച് ഇനി വരുന്ന കുട്ടികൾക്ക് നല്ലോണം ബെഞ്ചിമേ പഠിക്കാൻ പറ്റാത്ത നമുക്ക് വിചാരിച്ചു. എല്ലാവരും സാധാരണ ഇങ്ങനെ ബെഞ്ച് തല്ലി വിളിച്ചും പൈപ്പ് തല്ലി വിളിച്ചും അങ്ങനെ കുറേ ചെയ്തിട്ട് പോവാറ്.
ഇതിപ്പോൾ ബെഞ്ചുമേ മഷിയും ഇങ്ങനെ ലീക്കൊക്കെ ആയിട്ട് ഞങ്ങൾ വിചാരിച്ച് പെയിൻ്റ് അടിക്കാൻ. അപ്പോൾ എല്ലാവരും കൂടി പിരിവിട്ട് കുറച്ച് കാശായിട്ട് പെയിൻറ് വാങ്ങിച്ചു അടിച്ചു. ഞങ്ങൾ 10ാം ക്ലാസ്സിലത്തെ ലാസ്റ്റത്തെ ഈ സമയമാണ്. അപ്പോൾ ഞങ്ങൾ സ്കൂള് വിട്ടു പോകുമ്പോൾ ഈ സ്കൂളിൽ തന്നെ നല്ലതായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് വെച്ചിട്ട് ഞങ്ങൾ ഇവിടെ പെയിൻ്റ് അടിച്ചാണ്. ഞങ്ങൾ കുറച്ച് പേര് എല്ലാവരും പൈസ തന്നിട്ട് ഇവിടെ പെയിൻ്റ് അടിച്ചാണ്. ഞങ്ങളിപ്പോൾ ചെയ്ത കാര്യത്തിൽ ഒക്കെ വലിയ സന്തോഷമുണ്ട്. അടുത്ത കൊല്ലം വരുന്ന ആൾക്കാരും ഇതേപോലെ തന്നെ ചെയ്യണമെന്നുണ്ട്. ഇത് അവർ ചെയ്യാൻ വേണ്ടി ഇതൊരു പ്രചോദനമായിട്ട് എടുക്കട്ടെ. 10C ക്ലാസ് റൂമാണിത്. അവർ ഏറ്റവും നല്ല രീതിയിൽ കുട്ടികൾ ഈ ബെഞ്ചും ഡെസ്കും ഭംഗിയാക്കിയിട്ടുണ്ട്. അതിലെനിക്ക് സന്തോഷം തോന്നിയത് ഇനി വരുന്ന കുട്ടികൾക്ക് ഇത് വൃത്തികേടാക്കാൻ തോന്നില്ല. കാരണം അത്രയും ഭംഗിയായിട്ടാണ് ആ കുട്ടികളത് അലങ്കരിച്ചിട്ടുള്ളത്. അവരുടെ ആ നല്ല മനസ്സിന് ഇങ്ങനെ എല്ലാ കുട്ടികളാകണം എന്നാണ് എൻ്റെ ആഗ്രഹം. നമ്മളുടെ കുട്ടികളിലെല്ലാം ഇത്തരത്തിലുള്ള ഒരു സ്വഭാവം വളർത്തിയെടുക്കാൻ ഇവർ കാരണമായി എന്നുള്ളതും വലിയ സന്തോഷമാണ്. ഇവർ നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളാണ്. കാരണം ഒരുപാട് വാർത്തകൾ നമ്മൾക്കൊക്കെ നമ്മുടെ മനസ്സ് വേദനിക്കുന്ന വാർത്തകൾ വരുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ വിദ്യാലയത്തിനോട് സ്നേഹമുള്ള, നമ്മൾ ഒരു മാതൃകയാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പറ്റം വിദ്യാർത്ഥികളാണ് ഇവർ. അളഗപ്പ ഗ്രാമപഞ്ചായത്തിലെ 2ാം വാർഡിലെ അളഗപ്പ ടെക്സ്റ്റൈൽസിന്റെ ഉടമസ്ഥതയിലുള്ള ആളൊഴിഞ്ഞ പറമ്പിൽ സാമൂഹ്യ വിരുദ്ധർ മാലിന്യം തള്ളി. സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടിയെടുത്ത് അധികൃതർ. പഞ്ചായത്ത് സെക്രട്ടറിയും അസിസ്റ്റന്റ് സെക്രട്ടറിയും ഹെൽത്ത് ഇൻസ്പെക്ടർമാരും ചേർന്ന് സ്ഥലം സന്ദർശിച്ചു. മാലിന്യത്തിൽ നിന്നും വിലാസത്തിൽ നിന്നും ആമ്പല്ലൂരിലെ പ്രമുഖ സ്ഥാപനത്തിലേതാണ് മാലിന്യമെന്ന് തിരിച്ചറിഞ്ഞു. മാലിന്യ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് ഏൽപ്പിച്ചവർ മാലിന്യം വഴിയിൽ കളയുകയായിരുന്നുവെന്നാണ് സ്ഥാപനത്തിന്റെ പക്ഷം. കുറ്റക്കാരിൽ നിന്നും പിഴ ഈടാക്കുകയും നിക്ഷേപിച്ച മാലിന്യം തിരികെ കൊണ്ടുപോവുകയും ചെയ്തു. പൊതുയിടങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നതും നിക്ഷേപിക്കുന്നതും ശിക്ഷാർഹമാണെന്നും ഇത്തരം പ്രവൃത്തികൾ ശ്രദ്ധയിൽപ്പെട്ടാൽ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു. ഇന്ന് കാലത്ത് ഈ അളഗപ്പ മില്ലിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് മാലിന്യം തട്ടിയിരിക്കുന്നു പറഞ്ഞിട്ടുള്ള ഒരു പരാതി നേരിട്ട് എൻ്റെ ഫോണിൽ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അവിടെ സൈറ്റിൽ വന്നത്. വന്ന് നോക്കിയപ്പോൾ സംഗതി ശരിയാണ്. കെട്ടിടത്തിന്റെ വേസ്റ്റ് അടക്കം, അതേപോലെ ഹോട്ടലിലത്തെ കുറച്ച് സാധനങ്ങൾ, പ്ലാസ്റ്റിക്, ഇങ്ങനെ ഒരു പെട്ടിവണ്ടി അല്ല ഒരിത്തിരി നല്ല ഒരു വാഹനത്തിൽ നിറച്ചുള്ള സാധനങ്ങൾ ഇവിടെ തട്ടിയതായിട്ട് കാണുകയും അവർ ഉടമസ്ഥനെ അതിൽ നിന്നും കണ്ടുപിടിച്ച് അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവർ വന്ന് സാധനം തിരിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി അവർക്കെതിരെ നിയമ നടപടികൾ പഞ്ചായത്ത് സ്വീകരിക്കുന്നതാണ്. അതായത് ഇവിടെ നമ്മൾ മാലിന്യം മുക്തമാക്കാനുള്ള ഈ പ്രയത്നത്തിൽ ഇവിടെ ഇങ്ങനെ വേസ്റ്റ് കൊണ്ടിടുന്ന ഈ പ്രവണത ഇല്ലാതാക്കാനുള്ള എല്ലാവിധ നടപടികളും പഞ്ചായത്ത് സ്വീകരിക്കുന്നതാണ്. 1 മാസത്തോളമായി നിർത്തിവെച്ച ചിമ്മിനി ഇക്കോ ടൂറിസം മാർച്ച് 29-ന് പുനരാരംഭിക്കും. ചില ഭാഗങ്ങളിൽ കാട്ടുതീ ഉണ്ടായതിനെ തുടർന്ന് വന്യജീവി കേന്ദ്രത്തിലേക്കും ഡാമിലേക്കുമുള്ള പ്രവേശനം പൊതുജനങ്ങൾക്ക് കർശനമായി വിലക്കിയിരുന്നു. മുൻപുണ്ടായിരുന്ന എല്ലാ ടൂറിസം പ്രവർത്തനങ്ങളും ശനിയാഴ്ച മുതൽ പുനരാരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. രാജ്യത്തെ ആദ്യത്തെ ക്ലൈമറ്റ് വാക്ക്, കേരളത്തിലെ ആദ്യത്തെ ആംഫി ട്രക്കിംഗ്, കുട്ടവഞ്ചി യാത്ര, സൈക്കിൾ സവാരി, ചൂരത്തള ട്രക്കിംഗ്, പശ്ചിമഘട്ട സൗന്ദര്യം ആസ്വദിക്കാവുന്ന റിസർവോയർ കാഴ്ചകൾ എന്നിവ ഉൾപ്പെട്ടതാണ് ചിമ്മിനി ഇക്കോ ടൂറിസം. ചിമ്മിനി വന്യജീവി സങ്കേതത്തിലേക്ക് രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെയാണ് പ്രവേശനം. ഒരാൾക്ക് 40 രൂപയാണ് പ്രവേശന ഫീസ്. ചൂരത്തളയിലേക്കുള്ള ട്രക്കിങ്ങിന് 3 പേരുടെ സംഘത്തിന് 600 രൂപയാണ് നിരക്ക്. കൂടുതൽ പേരുണ്ടെങ്കിൽ ഓരോരുത്തർക്കും 200 രൂപ വീതം നൽകണം. കുട്ടവഞ്ചി യാത്രയ്ക്ക് 400 രൂപയാണ് ഫീസ്. 4 പേർക്ക് സഞ്ചരിക്കാം. സൈക്കിൾ സവാരി ഒരാൾക്ക് 200 രൂപയാണ് നിരക്ക്. വന്യജീവി സങ്കേതത്തിൽ വനങ്ങളുടെ വിവിധ അന്തരീക്ഷ വ്യതിയാനങ്ങളെ പരിചയപ്പെടുത്തുന്ന ക്ലൈമറ്റ് വാക്കിൽ രാജ്യത്തെ തന്നെ ഇത്തരത്തിലുള്ള ആദ്യത്തേതാണ്. 1000 രൂപയാണ് ഒരാളുടെ നിരക്ക്. കുറഞ്ഞത് 10 പേരുടെ ഗ്രൂപ്പായാണ് ക്ലൈമറ്റ് വാക്ക് നടത്തുന്നത്. ബുക്കിംഗ് അനുസരിച്ചാണ് ക്ലൈമറ്റ് വാക്ക് നടത്തുന്നത്. 10 കിലോമീറ്ററോളം വനത്തിലൂടെ സഞ്ചരിച്ച വ്യൂ പോയിന്റ് കാഴ്ച ആസ്വദിക്കാം. ഇതിൽ പങ്കെടുക്കുന്നവർക്ക് പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും വെള്ളവും ലഘുഭക്ഷണവും ലഭിക്കും. കേരളത്തിലെ തന്നെ ആദ്യത്തെ ഔദ്യോഗിക ആംഫി ട്രക്കിംഗ് ആണ് ചിമ്മിനിയിലേത്. റിസർവോയറിലെ കുട്ടവഞ്ചിയിൽ കയറിയാണ് യാത്ര ആരംഭിക്കുക. പിന്നീട് ഇരുഭാഗത്തേക്കുമായി 8 കിലോമീറ്റർ ട്രക്കിംഗ് നടത്തും. വ്യൂ പോയിന്റ് കണ്ടാണ് മടക്കം. ഒരാൾക്ക് 800 രൂപയാണ് ആംഫി ട്രക്കിങ്ങിനുള്ള നിരക്ക്. ഉച്ചഭക്ഷണവും ലഘുഭക്ഷണവും വെള്ളവും ഇതോടൊപ്പം ലഭ്യമാകും. പ്രകൃതി സൗന്ദര്യവും വൈവിധ്യങ്ങളുമായി ചിമ്മിനി ആസ്വാദകർക്ക് മുന്നിലേക്ക് കാത്തിരിക്കുകയാണ്.
ചിമ്മിനി ഇക്കോ ടൂറിസവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് 8547603459 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കല്ലൂരിൽ യുവാവിനെ കമ്പിവടി കൊണ്ട് അടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി പുതുക്കാട് പോലീസിന്റെ പിടിയിൽ. കല്ലൂർ മാവിൻചുവട് സ്വദേശിയായ മടത്തിപ്പറമ്പിൽ ജിതിൻലാലാണ് അറസ്റ്റിലായത്. കുറുവത്ത് വീട്ടിൽ ജിത്തുവിനെ കമ്പിവടി കൊണ്ട് ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് ഇയാൾ അറസ്റ്റിലായത്. സംഭവത്തിൽ പോലീസ് പറയുന്നത് ഇങ്ങനെ: ജിത്തു ജിതിൻലാലിൽ നിന്ന് 3 മാസം മുൻപ് 10,000 രൂപ പലിശയ്ക്ക് കടം വാങ്ങിയിരുന്നു. കടം വാങ്ങിയ പണം തിരികെ കൊടുക്കാത്തതിലുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. കടം വാങ്ങിയ തുക പെട്ടെന്ന് തിരികെ കൊടുത്തില്ലെങ്കിൽ കൊല്ലുമെന്ന് പറഞ്ഞ് ഫോണിലൂടെ ജിത്തുവിനെ ഭീഷണിപ്പെടുത്തിയിരുന്നു. ജിത്തുവിന്റെ അമ്മായിയുടെ വീടിനടുത്താണ് ജിതിൻലാലിന്റെ വീട്. ഇവരെ കാണുന്നതിനായി കല്ലൂർ മാവിൻചുവടിലുള്ള വീട്ടിൽ പോയി. അവിടെ നിന്ന് തിരിച്ചു വരുന്നതിനായി റോഡിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ജിത്തുവിനെ കമ്പിവടി കൊണ്ട് കാലിലും ഷോൾഡറിലും അടിച്ച് പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. മാർച്ച് 23 രാത്രി 10:15 സംഭവമുണ്ടായത്. ചാലക്കുടി ഡിവൈഎസ്പി കെ സുമേഷിന്റെ മേൽനോട്ടത്തിൽ പുതുക്കാട് SHO വി സജീഷ് കുമാർ, SI കൃഷ്ണൻ, GSCPOമാരായ VD അജി, സുജിത് കുമാർ, അനീഷ്, CPO കിഷോർ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ചെങ്ങാലൂരിൽ അനധികൃത ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി ഒരാൾ അറസ്റ്റിൽ. ചെങ്ങാലൂർ ശാന്തിനഗർ പുതുപ്പള്ളി വീട്ടിൽ 47 വയസ്സുള്ള ജയപ്രകാശിനെയാണ് വിൽപ്പനയ്ക്കായി കൊണ്ടുവരികയായിരുന്ന 8 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി പിടികൂടിയത്. ലഹരി ഉപയോഗം, വിൽപ്പന, കൈമാറ്റം എന്നിവയെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് നേരിട്ടറിയിക്കാനുള്ള കേരള പോലീസിന്റെ യോദ്ധാവ് നമ്പറിലേക്ക് വന്ന സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പുതുക്കാട് പോലീസ് ഇയാളെ പിടികൂടിയത്. ചാലക്കുടി ഡിവൈഎസ്പി കെ സുമേഷിന്റെ നേതൃത്വത്തിൽ പുതുക്കാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സജീഷ് കുമാർ, സബ് ഇൻസ്പെക്ടർമാരായ N പ്രദീപ്, AV ലാലു, ഡാൻസ് ഓഫ് SIമാരായ VG സ്റ്റീഫൻ, റോയ് പൗലോസ്, PM മൂസ, ASI VU സിൽജോ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ AU റെജി, ഷിജോ തോമസ് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. മയക്കുമരുന്നിന്റെ ഉപയോഗവും വിതരണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് വാട്സപ്പ് വഴി 9995966666 എന്ന നമ്പറിൽ കൃത്യമായ വിവരങ്ങൾ ഓഡിയോ, വീഡിയോ, ടെക്സ്റ്റ് മെസ്സേജ് രൂപത്തിൽ അയക്കാവുന്നതാണെന്നും ഈ നമ്പറിലേക്ക് വിവരം കൈമാറുന്നവരുടെ പേര് വിവരങ്ങൾ സുരക്ഷിതമായിരിക്കുമെന്നും പോലീസ് അറിയിച്ചു. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വരന്തരപ്പള്ളി അങ്ങാടി ടാക്സി സ്റ്റാൻഡിൽ ശുചീകരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് ശുചീകരണ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ ചെയർമാൻ റോസിലി തോമസ് അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ ചെയർമാൻ അഷ്റഫ് ചാലിയത്തൊടി, പഞ്ചായത്ത് അംഗങ്ങളായ അജിത സുധാകരൻ, രജനി ഷിനോയ്, VA റഷീദ്, ഷൈജു പട്ടിക്കാട്ടുകാരൻ, അസിസ്റ്റന്റ് സെക്രട്ടറി PR ലൗലി, ആരോഗ്യവകുപ്പ് ഹെൽത്ത് ഇൻസ്പെക്ടർ, ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർമാർ, RGSA കോർഡിനേറ്റർമാർ, ശുചിത്വ മിഷൻ കോർഡിനേറ്റർമാർ, ഹരിതകർമ്മസേന അംഗങ്ങൾ, ആശാപ്രവർത്തകർ, കുടുംബശ്രീ അംഗങ്ങൾ, ഓട്ടോ തൊഴിലാളികൾ, യൂണിയൻ തൊഴിലാളികൾ എന്നിവർ പങ്കെടുത്തു. മാലിന്യമുക്തം നവകേരളം സീറോ വേസ്റ്റ് ക്യാമ്പയിന്റെ ഭാഗമായി തൃക്കൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രധാനപ്പെട്ട സെന്ററുകളിലായി വിവിധ വാർഡുകളുടെ ശുചിത്വ പ്രഖ്യാപനം നടത്തി. മാർച്ച് 30-നകം തദ്ദേശ സ്ഥാപന തല പ്രഖ്യാപനം നടത്തുന്നതിന് മുന്നോടിയായാണ് പഞ്ചായത്തിലെ 17 വാർഡുകളിലും പ്രഖ്യാപനം നടത്തുന്നത്. ക്യാമ്പയിന്റെ ഭാഗമായി ശുചീകരണ ജീവനക്കാരെ നിയമിച്ചുകൊണ്ട് എല്ലാ വാർഡുകളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുകയും ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിക്കുകയും ചെയ്തതിനു ശേഷമാണ് വാർഡ് തലത്തിൽ പ്രഖ്യാപനം നടത്തിയതെന്നും വരുന്ന 2 ദിവസങ്ങളിലായി മുഴുവൻ വാർഡുകളുടെയും പ്രഖ്യാപനം പൂർത്തിയാകുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് അറിയിച്ചു. വൈസ് പ്രസിഡന്റ്, പഞ്ചായത്ത് അംഗങ്ങൾ, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ, ആരോഗ്യ പ്രവർത്തകർ, ഹരിതകർമ്മസേന അംഗങ്ങൾ, വ്യാപാരി വ്യവസായി പ്രതിനിധികൾ, കുടുംബശ്രീ, അംഗൻവാടി ടീച്ചേഴ്സ്, ആശാ വർക്കർ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായി. നെന്മണിക്കര ഗ്രാമപഞ്ചായത്തിലെ 12ാം വാർഡ് ശുചിത്വ വാർഡായി പ്രഖ്യാപിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജലക്ഷ്മി, റെനീഷ് അധ്യക്ഷത വഹിച്ചു. സിന്ധു സുബ്രഹ്മണ്യൻ, EN സതീശൻ, അശ്വതി എന്നിവർ പ്രസംഗിച്ചു. വെട്ടുകാട് ചെറുകുന്നിൽ സ്വകാര്യ ബസ്സിന് പുറകിൽ ഓട്ടോ ഇടിച്ച് കല്ലൂർ സ്വദേശിയായ ഓട്ടോ ഡ്രൈവർക്ക് പരിക്ക്. കല്ലൂർ മുട്ടിത്തടി സ്വദേശി കാട്ടൂക്കാരൻ വീട്ടിൽ റിജോ മോനാണ് പരിക്കേറ്റത്.
സ്റ്റോപ്പിൽ ആളെ ഇറക്കാൻ നിർത്തിയ ബസിന് പുറകിൽ ഓട്ടോ ഇടിച്ചു കയറുകയായിരുന്നു. ചൊവ്വാഴ്ച രാത്രിയായിരുന്നു സംഭവം. പരിക്കേറ്റയാൾ തൃശൂർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഒല്ലൂർ പോലീസ് സ്ഥലത്തെത്തി. വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് ജോബ് ഫെസിലിറ്റേഷൻ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ KC പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ശൈലജ, പഞ്ചായത്ത് അംഗങ്ങളായ TK സതീശൻ, KK പ്രകാശൻ, സെക്രട്ടറി G സബിത, അസിസ്റ്റന്റ് സെക്രട്ടറി MK വിജയൻ, കമ്മ്യൂണിറ്റി അംബാസിഡർ ഗോപിക, രാജൻ നെല്ലായി, അമ്പിളി വേണു എന്നിവർ സന്നിഹിതരായി. മേലൂർ ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും ചാലക്കുടി TB യൂണിറ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ലോക ക്ഷയരോഗ ദിനാചരണം നടത്തി. നിർമ്മല കോളേജ് കുട്ടികളെ ഉൾപ്പെടുത്തി പൂലാനി ആരോഗ്യ ഉപകേന്ദ്രത്തിൽ നിന്നും നിർമ്മല കോളേജ് വരെ റാലി നടത്തി. റാലിയുടെ ഫ്ളാഗ് ഓഫ് മേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MS സുനിത നിർവഹിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടരുമഠത്തിൽ നിർവഹിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് വനജ ദിവാകരൻ അധ്യക്ഷത വഹിച്ചു. ചാലക്കുടി TB യൂണിറ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അരുൺ മിത്ര വിഷയാവതരണം നടത്തി. മേലൂർ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സ്മിത ക്ഷയരോഗ ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ചാലക്കുടി TB യൂണിറ്റിലെ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച സ്ഥാപനങ്ങളെയും ജീവനക്കാരെയും മേലൂർ FHCയിൽ നിക്ഷയ് മിത്രയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നവരെയും ചടങ്ങിൽ ആദരിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ TM റീന, ബ്ലോക്ക് അംഗങ്ങളായ ഇന്ദിര പ്രകാശൻ, ബാഹുലയൻ എലിഞ്ഞിപ്ര, ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് സൂപ്പർവൈസർ സൈമൺ പോൾ, നിർമ്മല കോളേജ് ഓഫ് ഹെൽത്ത് സയൻസ് പ്രിൻസിപ്പാൾ ഡോക്ടർ സുദർശൻ, മേലൂർ കുടുംബാരോഗ്യ കേന്ദ്രം PHN വത്സ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ജിനു എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് നിർമ്മല കോളേജ് ഓഫ് ഹെൽത്ത് സയൻസിലെ വിദ്യാർത്ഥികളും മേലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാരും അവതരിപ്പിച്ച വിവിധ ക്ഷയരോഗ ബോധവൽക്കരണ കലാപരിപാടികളും ഉണ്ടായി. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് കസേരകൾ നൽകി പുതുക്കാടിലെ വ്യാപാരികൾ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുതുക്കാട് യൂണിറ്റ് പ്രസിഡന്റ് NR ജോഷി ആശുപത്രി സൂപ്രണ്ടിന് കസേരകൾ കൈമാറി. കോർ കമ്മിറ്റി അംഗങ്ങളും സന്നിഹിതരായി. റമദാൻ റിലീഫ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി മുസ്ലിം ലീഗ് മറ്റത്തൂർ പഞ്ചായത്ത് കമ്മിറ്റി ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തു. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഓർമ്മയിലാണ് 100ഓളം കുടുംബങ്ങൾക്ക് റിലീഫ് കിറ്റുകൾ നൽകിയത്. മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് AM സനൌഫൽ ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് മൊയ്തുട്ടി കിളിയമണ്ണിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം ലിൻഡോ പള്ളിപ്പറമ്പൻ, മുസ്ലിം ലീഗ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ഉസ്മാൻ വലിയവളപ്പിൽ, ട്രഷറർ ബഷീർ ചുണ്ടക്കാട്ടിൽ, സലീം മൗലവി എന്നിവർ പ്രസംഗിച്ചു. പൂക്കോട് ഭഗവതിക്കാവ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം മാർച്ച് 31 ആഘോഷിക്കും. പുലർച്ചെ 5 ഗണപതി ഹോമം, രാവിലെ 6 മുതൽ ശുദ്ധികലശം, ശ്രീഭൂതബലി തുടങ്ങിയ താന്ത്രിക ചടങ്ങുകൾ. രാവിലെ 9 എഴുന്നള്ളിപ്പ്, ഉച്ചയ്ക്ക് 11:30 പ്രസാദവൂട്ട്, വൈകിട്ട് 6:30 ദീപാരാധന, നിറമാല, ചുറ്റുവിളക്ക്, തുടർന്ന് ഗുരുതി തർപ്പണമുണ്ടായിരിക്കുന്നതാണ്. നന്മ പുതുക്കാട് പ്രവാസി സൊസൈറ്റിയുടെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. ആന്റോ റാഫേൽ പ്രസിഡന്റ്, ഷാജു രാമൻ സെക്രട്ടറി, ജസ്റ്റിൻ ജോണി ട്രഷറർ, ബെന്നി ജോസ്, ആന്റോ കുന്നൻ വൈസ് പ്രസിഡന്റുമാർ, ജോയിന്റ് സെക്രട്ടറി സിൻഡോ പയ്യപ്പള്ളി, പ്രിജു ആന്റണി എന്നിവരെയാണ് തെരഞ്ഞെടുത്തത്. വിദേശ വിദ്യാഭ്യാസ മഹാസഭ മാർച്ച് 30 തൃശൂരിൽ മലയാള മനോരമയുടെ സഹകരണത്തോടെ സാന്റ മോണിക്ക സ്റ്റഡി അബ്രോഡ് സംഘടിപ്പിക്കുന്ന വിദേശ വിദ്യാഭ്യാസ മഹാസഭയിൽ വിദ്യാർത്ഥികൾക്ക് 100-ലധികം വിദേശ സർവകലാശാലകളിലേക്കും കോളേജുകളിലേക്കും സ്പോട്ട് അഡ്മിഷൻ നേടാം. മാർച്ച് 30 തൃശൂർ TB റോഡിലുള്ള കാസിനോ ഹോട്ടലിൽ വെച്ച് രാവിലെ 10 മുതൽ 5 വരെ നടക്കുന്ന വിദേശ വിദ്യാഭ്യാസ മഹാസഭ കേരളം ഇന്നോളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വിദേശ സർവകലാശാലകളുടെയും കോളേജുകളുടെയും സംഗമമായിരിക്കുമെന്ന് സാന്റ മോണിക്ക മാനേജിംഗ് ഡയറക്ടർ ഡെന്നി തോമസ് വടക്കുന്നിൽ പറഞ്ഞു. ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, ജർമ്മനി, UK, USA, കാനഡ, ഫ്രാൻസ്, അയർലൻഡ്, ഇറ്റലി, ഫിൻലൻഡ്, സ്വീഡൻ, സ്വിറ്റ്സർലാൻഡ്, UAE, സിംഗപ്പൂർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെ വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും നേരിൽ കാണാം. +2 ഡിഗ്രി, മാസ്റ്റേഴ്സ് കഴിഞ്ഞവർക്കും 50,000-ൽ പരം കോഴ്സുകളിൽ നിന്ന് അനുയോജ്യമായത് തിരഞ്ഞെടുക്കാനുള്ള മഹാ അവസരം കൂടിയാണിത്. മഹാസഭയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് 1 മില്യണിലേറെ സ്കോളർഷിപ്പുകളും നേടാനും 1 ലക്ഷം വരെ മൂല്യമുള്ള റീഡീമബിൾ കൂപ്പണുകൾ നേടാനാകും. പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് നിബന്ധനകൾക്ക് വിധേയമായി IELTS, PTE, TOEFL, GRE, OET, ജർമ്മൻ ഭാഷ,
സ്പോക്കൺ ഇംഗ്ലീഷ്, ഫ്രഞ്ച് ലാംഗ്വേജ് സെർ 2, സ്പാനിഷ് ക്ലാസുകൾക്ക് ഫീസ് ഇനത്തിൽ 30% കിഴിവും ലഭിക്കും. പ്രമുഖ ബാങ്കുകളുടെ വിദ്യാഭ്യാസ വായ്പാ കൗണ്ടറുകളും വിദ്യാഭ്യാസ വിദഗ്ധർ നയിക്കുന്ന വിദേശ വിദ്യാഭ്യാസ സെമിനാറുകളും മഹാസഭയിൽ ഉണ്ടായിരിക്കും. പ്രവേശനം സൗജന്യമാണ്. പങ്കെടുക്കുന്നവർ www.santamonica.edu.in എന്ന വെബ്സൈറ്റിൽ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്താൽ ഇമെയിൽ വഴി ലഭിക്കുന്ന എൻട്രി പാസ് ഉപയോഗിച്ച് പ്രവേശനം നേടാം. സ്പോട്ട് രജിസ്ട്രേഷൻ സൗകര്യവുമുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 0484 4150 999 അല്ലെങ്കിൽ 9645 222 999 നമ്പറുകളിൽ ബന്ധപ്പെടാം. കാലാവസ്ഥ. കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിൽ ജാഗ്രതാ സമിതി വനിതാ വികസന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് ഒരു കമ്മ്യൂണിറ്റി വുമൺ ഫെസിലിറ്റേറ്ററെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. വുമൺ സ്റ്റഡീസ്, ജെൻഡർ സ്റ്റഡീസ്, സോഷ്യൽ വർക്ക്, സൈക്കോളജി, സോഷ്യോളജി എന്നീ വിഷയങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ബിരുദാനന്തര ബിരുദം വേണം. അപേക്ഷകർ 35 വയസ്സിന് താഴെ പ്രായമുള്ളവരായിരിക്കണം. അപേക്ഷകൾ ഏപ്രിൽ 10 ഉച്ചയ്ക്ക് 12 മണിക്ക് മുൻപായി തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9645212660 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 8195 രൂപ, പവന് 65,560 രൂപ. വരന്തരപ്പള്ളി പള്ളിക്കുന്ന് വടാന്തോൾ ചിറ്റിലപ്പള്ളി കോക്കാടൻ ജോണിയുടെയും അൽഫോൺസയുടെയും മകൻ ആന്റോ അന്തരിച്ചു. 37 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 11 പള്ളിക്കുന്ന് അസംഷൻ പള്ളിയിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊരട്ടി ചിറങ്ങരയ്ക്ക് പിന്നാലെ ചാലക്കുടി ടൗണിലും പുലിയെത്തിയെന്ന് സ്ഥിരീകരണം. നന്ദിപുലം ആറ്റപ്പള്ളിയിൽ കുറുമാലിപ്പുഴയിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. ആശാവർക്കർമാരുടെയും അങ്കണവാടി ജീവനക്കാരുടെയും വേതനം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വിവിധയിടങ്ങളിൽ കോൺഗ്രസിന്റെ പ്രതിഷേധം. SSLC പരീക്ഷകൾ അവസാനിച്ചു. പഠനഭാരം ഇറക്കിവെച്ച് വേനലവധിയുടെ ആഹ്ലാദത്തിൽ കുട്ടികൾ. അളഗപ്പ ടെക്സ്റ്റൈൽസിന്റെ ഉടമസ്ഥതയിലുള്ള ആളൊഴിഞ്ഞ പറമ്പിൽ സാമൂഹ്യ വിരുദ്ധർ മാലിന്യം തള്ളി. കുറ്റക്കാർക്കെതിരെ നടപടിയെടുത്ത് അധികൃതർ. 1 മാസത്തോളമായി നിർത്തിവെച്ച ചിമ്മിനി ഇക്കോ ടൂറിസം മാർച്ച് 29 പുനരാരംഭിക്കും. മുൻപുണ്ടായിരുന്ന എല്ലാ ടൂറിസം പ്രവർത്തനങ്ങളും ശനിയാഴ്ച മുതൽ പുനരാരംഭിക്കുമെന്ന് ചിമ്മിനി വന്യജീവി സങ്കേതം അധികൃതർ അറിയിച്ചു. കല്ലൂരിൽ യുവാവിനെ കമ്പിവടി കൊണ്ട് അടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി പുതുക്കാട് പോലീസിന്റെ പിടിയിൽ. ചെങ്ങാലൂരിൽ അനധികൃത ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി ഒരാൾ അറസ്റ്റിൽ. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.